ഹേ ഗായ്സ്, ഈ നട്ടപ്പാറ വെയിലത്ത് ഇനൂനേം കുട്ടി എങ്ങോട്ടാ പോകണേന്ന് അറിയണ്ടേ? വേറെ എങ്ങോട്ടല്ല, നമ്മുടെ മിന്നൂസിൻ്റെ സ്കൂളിലേക്കാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്കൂളാണ് NSVV LPS കണ്ണിയോളങ്ങര സ്കൂൾ. അങ്ങനെ പറയാൻ കാരണം കേട്ടോ, അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മിന്നൂനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ആ സ്കൂൾ വിട്ടു പോരുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യത്തിന് ഫസ്റ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഒരു ഫ്ലെക്സ് എനിക്കത് കാണാൻ പറ്റുമെന്ന്. മാഷാ അല്ലാ, എൻ്റെ കുട്ടി ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നു. സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് അവൾക്ക് ഇന്ന് സ്കൂളിൽ കോൺവെക്കേഷൻ പരിപാടിയും സെൻഡ് ഓഫും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും പിള്ളേരൊക്കെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നേ. നമ്മുടെ മിന്നുദേ മുന്നിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എന്തൊക്കെ എന്നറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ വരുന്നത് കാണാൻ. ഈ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടായാലും ഇഷ്ടമാണ് വരാനും കാണാനും. അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഈ സ്കൂളിലുള്ള ഓരോ അധ്യാപകരും എങ്ങനെയാണ് നമ്മളോടൊക്കെ എന്ന്. ഉള്ളത് പറയാലോ, മിന്നൂന് ഉള്ളതിനേക്കാളും അറ്റാച്ച്മെൻറ്റ് ഒരു പൊടിക്ക് കൂടുതൽ എനിക്കാണെന്ന് പറയാം. അതുപോലെ ആ പേരൻസും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു കോംബോ. അങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു കേട്ടോ. ഓരോരുത്തർക്കും നമ്മുടെ പ്രിയ HM സിന്ധു ടീച്ചറാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. നമ്മുടെ ഇനു അധികം നേരം എന്നെ നിർത്തിയില്ല കേട്ടോ. ചൂടും പിന്നെ ഓൻ്റെ കരച്ചിലും. എന്നാൽ പിന്നെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാമല്ലോ എന്ന് വെച്ച് ഞാനും ഇനും പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എന്ത് ഭംഗിയാലേ കാണാൻ. ഇതാട്ടാ നമ്മുടെ സ്കൂളിൻ്റെ ഹൈലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞ് എന്ത് ശാന്തസുന്ദരമായ പ്ലേസ്. ഇനി പ്രത്യേകമായിട്ട് ഒരാളെ കൂടി കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ പിള്ളേർക്ക് സ്വാദിഷ്ടമായ ഫുഡ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ചേച്ചി. ഞാൻ ആദ്യമായി യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ ടൈമിൽ ബെസ്റ്റ് കോംപ്ലിമെൻറ്റ് തന്ന ഒരാളും കൂടിയാണ് കേട്ടോ. ചേച്ചിയുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ, അത് കഴിച്ചവർക്കറിയാം. അങ്ങനെ സെൻഡ് ഓഫിൻ്റെ ഭാഗമായിട്ട് സ്വീറ്റ്സ് ഒക്കെ പിള്ളേർക്ക് കൊടുത്തു കേട്ടോ ടീച്ചേഴ്സ്. ഇനുവിനെ ഞാൻ പിടിക്കാൻ മോള് വീഡിയോ എടുത്തൊന്നും പറഞ്ഞുകൊണ്ടാണ് ആളെ മനസ്സിലായോ. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട HM സിന്ധു ടീച്ചർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിയപ്പെട്ട സ്കൂളിൽ നിന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? എവിടെയെങ്കിലും കാണോ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമ്മുടെ സ്കൂളിലേ നടക്കും. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ PTA ചേർന്ന് പിന്നെയാണ് ഈ സ്കൂളിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരെക്കുറിച്ചും കൂടുതൽ അറിയാനും പറ്റി. എവിടെ ചെന്നാലും എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടും. അത് ഇവിടെയും ഒരു കുറവൊന്നുമില്ല. PTA ചേർന്നുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ എന്നൊരു ഡൗട്ട്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാം. അങ്ങനെ പിള്ളേർക്ക് അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ച് അവരത് പറയാൻ കേട്ടോ. നല്ല രസമുണ്ടായിട്ടാ കേൾക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടേതായിട്ടുള്ള ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങും ഉണ്ടായിട്ടാ. അങ്ങനെ അൺബോക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് കണ്ടപ്പോഴുള്ള അവരുടെ ആ ഒരു ഹാപ്പിനെസ് അത് നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു ചടങ്ങിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, ബൈ.